ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതായത് MCom സെക്കൻഡ് ഇയേഴ്സിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിനുള്ളിൽ വന്നിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 2 ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 9 ഈ 3 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് മൊഡ്യൂൾ 2-നുള്ളിൽ വരുന്നത്. സോ ഫസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, അതായത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് മീൻസ് ഡിസ്ക്ലോഷർ ഓഫ് സ്പെസിഫിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് and the methods of applying these principles adopted by the enterprises in the preparation and presentation of financial statement. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു എൻ്റർപ്രൈസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ അഡോപ്റ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പോളിസീസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ബി എൻഷുർ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടിങ് പോളിസീസും പ്രിൻസിപ്പിൾസും നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. സോ ഏതൊക്കെ ഏരിയയിലാണ് ഇത് ഇൻവോൾവ് ആയിട്ടുള്ളത് നോക്കാം. മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് ഫോറിൻ കറൻസി കൺവേർഷൻ, വാല്യൂഷൻ ഓഫ് ഇൻവെന്ററീസ്, ട്രീറ്റ്മെന്റ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വാല്യൂഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് ഓഫ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, റെക്കഗ്നീഷൻ ഓഫ് പ്രോഫിറ്റ് ഓൺ ലോങ് ടേം കോൺട്രാക്ട്സ്, വാല്യൂഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് കണ്ടിൻജന്റ് ലയബിലിറ്റീസ്. ഇത്രയും ഏരിയസ് ആണ് ഇത് ഇൻവോൾവ് ആയിട്ടുള്ളത്. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് അക്കൗണ്ടിംഗ് policies? Accounting policies refers to the specific accounting principles and the method of adopting these principles in an enterprise in the preparation and presentation of financial statements. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് സെലക്ട് ചെയ്തിട്ട് അത് എൻ്റർപ്രൈസിനുള്ളിൽ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവർ അതിനുള്ളിൽ അഡോപ്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അതിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിംഗ് പോളിസി സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. ഫസ്റ്റ് തിങ്, പ്രോഫിറ്റ് നമ്മൾ ഓവർ സ്റ്റേറ്റ് ചെയ്യാനും പാടില്ല, ലോസ് അണ്ടർസ്റ്റേറ്റ് ചെയ്യാനും പാടില്ല. അതുപോലെ തന്നെ അസറ്റും ഓവർ സ്റ്റേറ്റ് ചെയ്യാനും പാടില്ല, ലൈബിലിറ്റീസ് അണ്ടർസ്റ്റേറ്റ് ചെയ്യാനും പാടില്ല. സെക്കൻഡ് തിങ്, ട്രാൻസാക്ഷൻസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആക്ച്വൽ ഹാപ്പനിങ്. അതായത് ആക്ച്വൽ ഹാപ്പനിങ് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക് വാല്യൂ ഓഫ് സച്ച് ട്രാൻസാക്ഷൻ അതിന്റെ ബേസിസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അത് റെക്കോർഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ആൻഡ് തേർഡ് വൺ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഐറ്റംസ്. എല്ലാ മെറ്റീരിയൽ ഐറ്റംസ് എന്ത് ചെയ്യാനുള്ള ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എല്ലാ അക്കൗണ്ടിംഗ് പോളിസീസ് ആ ഒരു എന്റർപ്രൈസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത എല്ലാ അക്കൗണ്ടിംഗ് പോളിസീസും മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്തിരിക്കുക. സോ ചുരുക്കി പറയുകയാണെങ്കിൽ സെലക്ഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്ക്കുള്ളിൽ 2 കാര്യങ്ങൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ വാല്യൂ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു അക്കൗണ്ടിംഗ് പോളിസി സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1-നുള്ളിൽ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2, വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററീസ്. ദിസ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്സ് ദ accounting treatment of inventories and sets the guidelines to determine the value at which the inventories are carried in the financial statements. So ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഗൈഡ്ലൈൻസ് എന്ന് പറയുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ക്യാരി ഔട്ട് ചെയ്തിട്ടുള്ള ഇൻവെന്ററീസിന്റെ ഒക്കെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് ഇൻവെന്ററീസ്. സോ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഫോർമുലേറ്റ് ദ മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ക്യാരിഡ് എമൗണ്ട് ഓഫ് ഇൻവെന്ററീസ് ഇൻ ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആൻഡ് കുറച്ച് കേസുകളിൽ നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 അപ്ലൈ ചെയ്തില്ല. അത് ഏതൊക്കെ ഏരിയയിലാണെന്ന് നോക്കാം. Work in progress arising under construction contracts, including directly related to service contracts. And second one, work in progress arising in ordinary course of business. And next one, financial instrument held as stock in trade. And fourth one, producers inventories like livestock, minerals, oil, agricultural and forest products, etc. So ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2-നുള്ളിൽ വരത്തില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻവെന്ററീസ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് ലോവർ കോസ്റ്റിലും നെറ്റ് റിയലൈസബിൾ വാല്യൂയിലുമാണ്. സോ നമുക്ക് സ്റ്റെപ്സ് ഫോർ വാല്യൂവേഷൻ ഓഫ് ഇൻവെന്ററീസ് നോക്കാം. ഇതിനുള്ളിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ്. സെക്കൻഡ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. And third one, comparison between cost and net realizable value. So, the first one is determination of cost of inventories നോക്കാം. So, cost of inventories consists of cost of purchase, cost of conversion and other cost. Cost of purchase എന്ന് പറയുമ്പോൾ purchase price, duties and taxes, freight inwards, other expenditure directly attributable to the acquisition minus duties and taxes recoverable by the enterprises from taxing authorities, trade discount, rebate, duty drawbacks,
ആൻഡ് അതർ സിമിലർ ഐറ്റംസ്. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക, അതൊന്നും ലെസ് ചെയ്യുക. ഇതാണ് കോസ്റ്റ് ഓഫ് പർച്ചേസിനുള്ളിൽ വരുന്നത്. കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസിനുള്ളിൽ വരുന്ന മറ്റൊന്നാണ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി യൂണിറ്റ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് അലോക്കേഷൻ ഓഫ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ കവറിംഗ് മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് മെറ്റീരിയൽസിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഫിക്സഡ് ആൻഡ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ്സിനുള്ളിൽ വന്നിട്ടുള്ള ഓരോ യൂണിറ്റ്സിനെയും കോസ്റ്റ് ആണ്. അതുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്സിന്റെ കോസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് കൺവേർഷനുള്ളിൽ പറയുന്നത്. സോ ഇതോടൊപ്പം തന്നെ വരുന്നതാണ് അതർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻക്വേർഡ് ഇൻ ബ്രിങ്ങിംഗ് ദ ഇൻവെന്ററീസ് ടു ദെയർ പ്രസന്റ് ലൊക്കേഷൻ ആൻഡ് കണ്ടീഷൻസ്. അതായത് പ്രസന്റ് ലൊക്കേഷനിൽ നിന്നും ഒരു ഇൻവെന്ററീസ് കൊണ്ടുവരുമ്പോൾ നമുക്കുണ്ടാകുന്ന കോസ്റ്റാണ് ഈ അതർ കോസ്റ്റിനുള്ളിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസിനുള്ളിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ ആണ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ മീൻസ് എസ്റ്റിമേറ്റഡ് സെല്ലിംഗ് പ്രൈസ് ഇൻ ഓർഡിനറി കോൾസ് ഓഫ് ബിസിനസ് മൈനസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് നെസസറി ടു മേക്ക് ദ സെയിൽസ്. അതായത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എസ്റ്റിമേഷൻ ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ നോക്കാം. ഇഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ആർ യൂസ്ഡ് ഈസ് സോൾഡ് ഇൻ കോസ്റ്റ് ഓർ എബോവ് കോസ്റ്റ്, ഈ ഒരു കണ്ടീഷനിൽ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ഈസ് കൺസിഡേർഡ് മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ്. അതിന്റെ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മൾ നെറ്റ് റിയലൈസബിൾ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് ഇഫ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഇൻ വിച്ച് റോ മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് ആർ സോൾഡ് ഇൻ ബിലോ കോസ്റ്റ്, അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ റീപ്ലേസ്മെന്റ് പ്രൈസ് ഓഫ് ദിസ് റോ മെറ്റീരിയൽ ആൻഡ് സപ്ലൈസ് ആൻഡ് ദിസ് റോ മെറ്റീരിയൽ വിൽ ബി വാല്യൂഡ് ഇൻ റീപ്ലേസ്മെന്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിന്റെ കോസ്റ്റ് ഫോർമുലയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഇൻവെന്ററീസ് എല്ലാം വാങ്ങുകയോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്നത് ഡിഫറെന്റ് ലോട്ട്സ് ആൻഡ് ഡിഫറെന്റ് യൂണിറ്റ്സിലായിട്ടാണ്. അപ്പോൾ ഓരോ യൂണിറ്റിന്റെയും ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്പെസിഫിക് ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ഡയറക്ട്ലി ലിങ്കിങ് ദ കോസ്റ്റ് ടു ദ സ്പെസിഫിക് ഐറ്റം ഓർ ഇൻവെന്ററീസ്. മറ്റു ചില കേസുകൾ നമുക്ക് ഫിഫോ അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യാം. വെയ്റ്റഡ് ആവറേജ് പ്രൈസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിസീവ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാണ്ടിറ്റി പർച്ചേസ്ഡ്. ആൻഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് എങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് അല്ലെങ്കിൽ റീറ്റെയിൽ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യും. സോ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു, ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ആൻഡ് തേർഡ് വൺ ഈസ് comparison of cost and net realizable value, and this comparison should be made item by item or group of items. So ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2-ൽ ഓർത്തിരിക്കുക. And next we are going to move accounting standard 9, revenue recognition. Accounting standard 9 revenue recognition is concerned with timing of recognition of revenue in the profit and loss account, amount of revenue arising in a transaction, and influence of uncertainties existing regarding the determination of the amount or its cost or timing of revenue recognition. So വേറെ ഒന്നുമില്ല, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 എന്ന് പറയുമ്പോൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിങ്ങിനെ കൺസേൺ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഒരു റവന്യൂ അറൈസ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റവന്യൂ റെക്കഗ്നൈസ് ചെയ്ത് വെക്കുന്നു. അതാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനുള്ളിൽ പറയുന്നത്. സോ എക്സ്പെൻസസ് ബിലോങ്ങിംഗ് ടു ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ് ഷുഡ് ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദ റവന്യൂ ഏൺ ഡ്യൂറിംഗ് ദ പീരീഡ്. സോ അക്കൗണ്ടിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കറക്റ്റ് ടൈമിൽ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. ഇനി ഈ സ്റ്റാൻഡേർഡും കുറച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീൽ ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റവന്യൂ അറൈസിംഗ് ഫ്രം കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ്, ഹയർ പർച്ചേസ്, ലീസ് എഗ്രിമെന്റ്സ്, ഗവൺമെന്റ് ഗ്രാന്റ്സ് ആൻഡ് അതർ സബ്സിഡീസ്, അതുപോലെ തന്നെ റവന്യൂ ഓഫ് ഇൻഷുറൻസ് കമ്പനീസ് അറൈസിംഗ് ഫ്രം ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. ഇത്രയും കാര്യങ്ങൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 വരുന്ന കാര്യങ്ങളല്ല. ഇനി ടൈമിംഗ് നോക്കാം. റവന്യൂ റെക്കഗ്നീഷന്റെ ടൈമിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ ഫ്രം സെയിൽ ഓർ റെൻഡറിംഗ് ഓഫ് സർവീസ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓർ റെൻഡറിംഗ് ഓഫ് സർവീസസ്. അതായത് സെയിൽ അല്ലെങ്കിൽ സർവീസ് റെൻഡറിംഗ് നടക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റ്പോൺ ചെയ്യുകയാണ്. എന്നിട്ട് അനുയോജ്യമായ സമയമാകുമ്പോൾ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യും. സോ രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, റവന്യൂ ഓഫ് സെയിൽസ്, അതായത് റവന്യൂ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സും പിന്നെ റവന്യൂ ഓഫ് റെൻഡറിംഗ് സർവീസും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. റവന്യൂ ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിനുള്ളിൽ റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഓൾ ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. ഫസ്റ്റ് വൺ, സെല്ലർ ഹാസ് ട്രാൻസ്ഫേർഡ് ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ടു ദ ബയർ ഫോർ എ പ്രൈസ്. അതായത് ഒരു പ്രൈസിന് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന കേസിൽ. ആൻഡ് സെക്കൻഡ് വൺ, ഓൾ സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആൻഡ് റിവാർഡ്സ് ഓഫ് ഓണർഷിപ്പ് ഹാവ് ബീൻ ട്രാൻസ്ഫർ ടു ബയർ. അതായത് റിസ്ക് ആൻഡ് റിവാർഡിന്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. ആൻഡ് തേർഡ് വൺ, seller does not retain any effective control of ownership on transferred goods. And last one, there is no uncertainty in collection of the amount of consideration, that is cash, receivables, etc. അതായത് പ്രത്യേകിച്ച് അൺസർട്ടനിറ്റി ഒന്നും വരാത്ത കണ്ടീഷനിൽ. അൺസർട്ടനിറ്റി വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞത് റവന്യൂ ഫ്രം റെൻഡറിംഗ് സർവീസ് ആണ്. ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു സർവീസ് പെർഫോം ചെയ്ത് കഴിയുന്ന സമയത്താണ്. ഓക്കെ, സോ ഈ പെർഫോമൻസ് ഓഫ് സർവീസ് മെഷർ ചെയ്യുന്നത് രണ്ട് മെത്തേഡിലൂടെയാണ്. ഫസ്റ്റ് വൺ, കംപ്ലീഷൻ ഓഫ് സർവീസ് കോൺട്രാക്ട് മെത്തേഡ്, ആൻഡ് സെക്കൻഡ് വൺ,
പ്രപ്പോർഷനേറ്റ് കംപ്ലീഷൻ മെത്തേഡ്. ഫസ്റ്റ് വൺ കംപ്ലീറ്റഡ് സർവീസ് കോൺട്രാക്ട് മെത്തേഡ്. അത് ആ പേര് പോലെ തന്നെയാണ്. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ദ സർവീസ് ഈസ് അബൌട്ട് ടു ബി കംപ്ലീറ്റഡ് ആൻഡ് നോ സിഗ്നിഫിക്കൻറ്റ് അൺസർട്ടനിറ്റീസ് എക്സിസ്റ്റ് അബൌട്ട് ദ കളക്ഷൻ ഓഫ് എമൗണ്ട് ഓഫ് ദി സർവീസ് ചാർജസ്. അതായത് ഒരു അൺസർട്ടനിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഈസ് പ്രപ്പോർഷനേറ്റ് കംപ്ലീഷൻ മെത്തേഡ്. ഇവിടെ കോൺട്രാക്ട് വാല്യൂ, അസോസിയേറ്റഡ് കോസ്റ്റ്, നമ്പർ ഓഫ് ആക്ട്സ്, ഇതിൻ്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ റവന്യൂ റെക്കഗ്നേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് റവന്യൂ റെക്കഗ്നേഷനുള്ളിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. സോ നമ്മളിന്ന് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, 2 and 9 ആണ് നോക്കിയത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഈസ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 റവന്യൂ റെക്കഗ്നേഷൻ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസിക്കുള്ളിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനുള്ളിൽ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളിൽ പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ്. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ ക്യാരി ചെയ്തിട്ടുള്ള ഇൻവെൻട്രീസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രീസ് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് 3 സ്റ്റെപ്പായിരുന്നു. ഫസ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഇൻവെൻട്രീസ്, സെക്കൻഡ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആൻഡ് തേർഡ് വൺ കമ്പാരിസൺ ഓഫ് കോസ്റ്റ് ആൻഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂ. തേർഡ് വൺ നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 9 ആണ്, റവന്യൂ റെക്കഗ്നേഷൻ. അതായത് റവന്യൂ അറേസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതാണ് അതിനുള്ളിൽ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ് റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് റവന്യൂ ഫ്രം റെൻഡറിങ് ഓഫ് സർവീസസ്. സോ എക്സാം എഴുതുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ മിനിമം ഇത്രയും കാര്യങ്ങൾ മൊഡ്യൂൾ 2-നുള്ളിൽ മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്. താങ്ക് യു.